ഇന്നൊരു സാറ്റർഡേ ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലാസ് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാനൊരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ വിചാരിച്ചു. എന്നാണെങ്കിൽ ഞാനൊരു സ്റ്റഡി വ്ലോഗാണ് ചെയ്യുന്നത്. ക്ലാസ് തുടങ്ങിയിട്ടാകെ 1 വീക്കൊക്കെ ആവുന്നുള്ളൂ. പക്ഷേ നമുക്ക് റെഗുലർ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്നെപ്പോലുള്ള +2 സ്റ്റുഡൻസിനെ കൺസിഡർ ചെയ്യുമ്പം അവർക്ക് വേറെ തന്നെ കുറേ പണികളുണ്ട്. സ്കൂളിലുള്ള റെക്കോർഡ് ചെയ്താൽ അതൊക്കെ സബ്മിറ്റ് ചെയ്യാനൊക്കെ ഡേറ്റ് ഒക്കെ ആയിട്ടുണ്ടാവും പല സ്കൂളുകളിലും. അപ്പോൾ എനിക്കും ഡേറ്റ് ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഈ ഒരു ജൂൺ ലാസ്റ്റിലാണ് ചില റെക്കോർഡുകളൊക്കെ കുറച്ച് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ ഇവിടെ ആണെങ്കിൽ നല്ല മഴ പെയ്യുന്നുണ്ട്. ശരിക്കും ഈ ഒരു സമയത്ത് ഇങ്ങനെ എഴുതാനും വായിക്കാനും നിങ്ങൾക്ക് തീരെ മൂടില്ല. നല്ലപോലെ പൊതിച്ച് കിടന്നുറങ്ങാണ് ഈ ഒരു മഴത്തൊക്കെ വേണ്ടത്. അതും ലീവ് കിട്ടുമ്പോൾ എന്തായാലും അങ്ങനെ ചെയ്യണം. പക്ഷേ ഇപ്പം നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം റെക്കോർഡ് സബ്മിറ്റ് ചെയ്യാണ്ട് പിന്നെ നമുക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യണം ഓരോ സബ്ജക്റ്റിൻ്റെ. അപ്പോൾ അതൊക്കെ ചെയ്യാണ്ടായതുകൊണ്ട് ഞാൻ എന്നെ ക്ഷമിച്ച് നിൽക്കുകയാണ്. ഞാനിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ കയ്യിലുള്ള ഒരു മെഹന്തി സ്റ്റെയിനാണ് കേട്ടോ. ഇത് ഞാൻ ഈദിന് ഇട്ടിട്ടുള്ളതായിരുന്നു. പക്ഷേ ഞാൻ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ വ്ളോഗൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അപ്ലോഡ് ചെയ്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എഡിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പം പല ഭാഗങ്ങളും ഇല്ല. നമ്മൾ ഇതിനൊക്കെ ഇങ്ങനെ ബിസി ആയിരിക്കുമല്ലോ കുറച്ചൊക്കെ. അപ്പോൾ ഞാൻ എല്ലാ ഭാഗമൊന്നും എടുത്തിട്ടില്ല. എൻ്റെ ഔട്ട്ഫിറ്റ് എടുത്തിട്ടില്ല. അപ്പോൾ പിന്നെ എനിക്ക് അതെല്ലാം കൂടി എഡിറ്റ് ചെയ്തിട്ടും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തതിനെ കൊണ്ട് അത് അപ്ലോഡ് ചെയ്തില്ല. ഇനിയാണെങ്കിൽ വരുന്ന മൺഡേ ഞങ്ങൾക്ക് ക്ലാസ് ഇല്ല. +1ൻ്റെ അഡ്മിഷനും അലോട്ട്മെൻറ്റൊക്കെ അതിനെക്കൊണ്ട് നമുക്ക് ലീവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ലീവ് കിട്ടിയതുകൊണ്ട് തന്നെ ആ ഒരു ദിവസങ്ങളിൽ അത്യാവശ്യം റെക്കോർഡൊക്കെ എഴുതി യൂസ്ഫുള്ളാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കുകയാണ്. ഞാൻ റെക്കോർഡ് ചെയ്താൻ വേണ്ടിയിട്ട് ഇരിക്കുമ്പോൾ തന്നെ ഏകദേശം ടൈം 2 മണിയൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ ഇരിക്കണം എന്ന് വിചാരിച്ചാണ്. പക്ഷേ എണീക്കാൻ ലേറ്റായി. പിന്നെ അത് കഴിഞ്ഞ് പണികളൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എഴുതാൻ വേണ്ടി ഇരുന്നപ്പോൾ പിന്നെ എനിക്ക് ആകെ കൺഫ്യൂഷനായി. എൻ്റെ കയ്യിൽ ലാബ് മാനുവൽ നോക്കിയിട്ടൊക്കെയാണ് ചെയ്തത്. പക്ഷേ എവിടെ നിന്ന് വരക്കണം, ഏതൊക്കെയാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്, അതൊക്കെ ഒരു കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് ചോദിച്ച് അങ്ങനെ അവൾ വീഡിയോ ഒക്കെ സെൻഡ് ചെയ്ത് തന്ന് അത് നോക്കിയിട്ടൊക്കെയാണ് പിന്നെ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം റെക്കോർഡൊക്കെ എഴുതി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോൾ എനിക്ക് പീരിയഡ്സ് ആയി. പിന്നെ പെയിനും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ദിവസം ഫുള്ള് അങ്ങനെ പോയി. പിന്നെ നെക്സ്റ്റ് ഡേ ഒരു ഉച്ചയൊക്കെ ആയപ്പോഴാണ് ഞാനൊന്ന് റെഡി ആയത്. ലഞ്ചൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഇതുവരെയാണ് ഞാനിപ്പോൾ വരച്ച് വെച്ചിട്ടുള്ളത്. ഇനിയും കുറേ വരയ്ക്കാനുണ്ട്. പക്ഷേ ഇപ്പം എന്തായാലും റെക്കോർഡ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. നമുക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാം. പിന്നെയെന്ന് പറഞ്ഞാൽ ഇന്നാണെങ്കിലും ഞാനങ്ങനെ കാര്യമായിട്ട് കുറേ ഒന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. കാര്യമായിട്ട് റെക്കോർഡ് എഴുതി, അത് തന്നെയാണ് മെയിനായിട്ട് നടന്നത്. പിന്നെ പീരിയഡ്സ് ആണല്ലോ, അപ്പോൾ നമുക്കൊരു ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല. ഞാൻ ജസ്റ്റ് സ്കൂളിൽ ടീച്ചർ തന്നൊരു നോട്ട് അതൊന്ന് റിവേഴ്സ് ചെയ്ത് നോക്കി. പാഠങ്ങളൊക്കെ ഒന്ന്, അതായത് കെമിസ്ട്രിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്റർ സൊല്യൂഷൻസ് ഒന്ന് റിവൈസ് ചെയ്തു. എന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമില്ലാത്തൊരു ചാപ്റ്ററാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു 1 hour ടൈമറൊക്കെ വെച്ചിട്ടാണ് ഞാൻ ചെയ്തത്. പക്ഷേ 1 hour ഫുള്ളായിട്ട് ഇരുന്നിട്ടില്ല. ഒരു 6 minutes ഒക്കെ ലെഫ്റ്റ് ഉള്ളപ്പോൾ ബാക്കിയുള്ളപ്പോൾ ഞാൻ നിർത്തി പോന്നിട്ടുണ്ടായിരുന്നു. കാരണം അപ്പോൾ അതിനൊക്കെ പിന്നെ പഠിക്കണ ഒരു മൂഡൊക്കെ പോയി. അങ്ങനെ പിന്നെ ഞാൻ ബ്രേക്ക് എടുത്തു. പിന്നെ ഈ ഒരു ചാപ്റ്റർ ആണെങ്കിലും അങ്ങനെ കുറേ ടൈം വെച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. ചെറിയ ചെറിയ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ചെയ്തു നോക്കി. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഒന്ന് റിവൈസ് ചെയ്തിട്ട് അത്രയ്ക്ക് ഇന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ.